യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഉൽപ്പത്തി 26 അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യർ രാജാവായ അബിമലേക്കിൻ്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഈ ദേശത്ത് താമസിക്കാൻ ഞാൻ നിന്നോട് കൂടിയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു. എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസ്ഹാക്ക് ഗെരാരിൽ പാർത്തു. ആ സ്ഥലത്തെ ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. അവൻ അവിടെ ഏറെ കാലം പാർത്ത ശേഷം ഫെലിസ്ത്യർ രാജാവായ അബിമലേക്ക് കിളിവാതിലൂടെ നോക്കി ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു. അബിമലേക്ക് ഇസ്ഹാക്കിനെ വിളിപ്പിച്ചു. അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചു. ഇസ്ഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അബിമലേക്ക്, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അബിമലേക്ക്, ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അബിമലേക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. ഗെരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ അവയ്ക്കിട്ടു. ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നെയോട് ശണ്ടയിടുന്നതുകൊണ്ട് അവൻ ആ കിണറിന് ഏഷക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിദ്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിന് അവർ ശണ്ടയിട്ടില്ല. യഹോവ അപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ഈ ദേശത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്ന് അവർ ബേർഷേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവിടെ അവനൊരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തൻ്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അനന്തരം അബിമലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫീക്കോലും ഗെരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്നും അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിനവർ, യഹോവ നിന്നോട് കൂടിയുണ്ട് എന്ന് ഞങ്ങൾക്ക് സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷം ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി. അവർ ഭക്ഷിച്ചു പാനം ചെയ്തു. അവർ അധികാലത്ത് എഴുന്നേറ്റു തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസ്ഹാക്ക് അവരെ യാത്ര അയച്ചു. അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ആ ദിവസം തന്നെ ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിൻ്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അവൻ അതിന് ഷീബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്ന് ബേർഷേബ എന്നു പേർ. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്തിനായ ഏലോൻ്റെ മകൾ ബാസ്മത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു.
ഇവർ ഇസ്ഹാക്കിന് റിബയ്ക്കും മനോവ്യസന കാരണമായിരുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോർ.